ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്താ പരിപാടി? ഞാൻ ഒന്ന് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് ഇടയ്ക്കൊക്കെ ദൈവത്തിനെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ പൊളിച്ച് വെച്ചത് കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഇത് എനിക്ക് കേൾക്കും, ഞാൻ നല്ലത് വിചാരിച്ച് ചെയ്യുമായിരിക്കും കേട്ടോ. പക്ഷെ അത് എനിക്ക് തന്നെ ദോഷമായിട്ടാണ് മാറുക. എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വെച്ചു. അപ്പോഴാണെങ്കിൽ ഫുള്ള് കൊട്ടത്തേങ്ങയായിരുന്നു, അധികം ഇങ്ങനെ പൊട്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കൈയൊക്കെ അങ്ങനെ തരിക്കായിരുന്നു. അപ്പോൾ വാതിൽ തല്ലി പൊളിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ, കൊട്ടത്തേങ്ങ മുറിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക തേങ്ങ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവച്ചു, എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ പാത്രം എടുത്ത് വന്നപ്പോൾ കുറേ ഒന്നും കിട്ടിയില്ല. ഒരു 10-25 തേങ്ങ മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പൊളിക്കാനുണ്ട് കേട്ടോ. ഇവിടെ 2 ദിവസം മുന്നേ ആണ് തെങ്ങിലൊക്കെ കയറി തേങ്ങയൊക്കെ ഇട്ടത്. അപ്പോൾ പകുതി അച്ഛൻ കൊണ്ടുപോയി കൊടുത്തു, ബാക്കി പകുതിയാണ് കേട്ടോ ഇവിടെ വെച്ചത്. വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേലെ കൊണ്ടുവന്ന് വിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അയ്യോ, മേലൊന്നും അടിച്ച് വാരിയിട്ടില്ലായിരുന്നു. അവിടെ അടയ്ക്കൊക്കെ പൊളിച്ച കുറച്ച് തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂലെടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചു. ഇവിടെ മേലെ ചൂലുണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ മേലത്തെ താഴേക്ക് തന്നെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ താഴെ ഇറങ്ങാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതൊക്കെ പെറുക്കാൻ വരുമല്ലോ, അപ്പം അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെയെന്ന് ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട്. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ തോന്നും. അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു പണി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അച്ഛനൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തെടുത്താൽ ഇനി ബാക്കിയും കൂടെ അച്ഛൻ പൊളിച്ച് തരികയാണെങ്കിൽ ഞാൻ വിരിച്ച് കൊടുക്കാം കേട്ടോ. പൊളിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, മോള് സമ്മതിക്കൂല, അതുകൊണ്ടാണ് ഞാൻ പൊളിക്കാത്തത്. അവളിങ്ങനെ അതിൻ്റെ അടുത്തേക്ക് വരും, പിന്നെ അവൾക്ക് എന്തെങ്കിലും മുറിവോ കാര്യമൊക്കെ പറ്റുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പൊളിക്കാത്തത് കേട്ടോ. അപ്പോൾ പൊട്ടിക്കാൻ പിന്നെ പ്രയാസമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ചക്കപ്പഴം ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിയപ്പോൾ ഒറ്റ ചക്കപ്പഴമല്ലോ, ഒക്കെ വവ്വാൽ കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രഷൻ ഫ്രൂട്ടൊക്കെ അങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ താഴെ വന്ന് നോക്കുമ്പോൾ അത് മോള് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ കളിക്കുമായിരുന്നു. അപ്പോൾ അവളെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കിട്ടിയൊരു സുന്ദരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അല്ല, സുന്ദരി പെണ്ണാക്കി ഇങ്ങനെ അവളെ ഫ്രണ്ട്സുകളാണ് ഉണ്ട് അതൊക്കെ. അപ്പോൾ അവൾക്ക് ഇതാണ് അവളുടെ ഒരു ലോകം. അവൾക്ക് ഇവർ ഹാപ്പിയാണ് ഇവരുള്ളത് കൊണ്ട്. അപ്പോൾ ഇവരെയും കൂടെ ഫോട്ടോ എടുക്കുക അമ്മയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു വീഡിയോ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു. ഇത്രയും ഫ്രണ്ട്സുകൾ അവൾക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. അവളുടെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾക്ക് ആകെയുള്ളൊരു കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ. അതാണ് ഞങ്ങളുടെ ലോകം.